ഹലോ ഗൈസ്, ഹലോ 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 ഹലോ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കാർ ഫോർ സെയിലാണ്. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഓഫീസിൽ പോയി നോക്കാം. ഇന്ന് എന്താ ഉള്ളത്? അപ്പോൾ ഇന്ന് ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഇല്ല, ഓപ്ഷനില്ല. ഇന്ന് പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്ന് മറ്റേ മാർക്കറ്റും ഇല്ല. ഇവിടെ ഈ കാറൊക്കെ വിറ്റാ. ഇവരൊക്കെ ക്ലീൻ ചെയ്തറാ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യണം പറഞ്ഞായിരുന്നു. നമ്മളൊരു പ്രോ പറഞ്ഞു ഇവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫ്ലോർ ഫുൾ ഡെക്കറേറ്റ് ചെയ്യാം. ഫുള്ളല്ല, കുറച്ച്. രണ്ടാമത്തെ നിലയിൽ ഫുൾ കർസ്. അപ്പം നമുക്ക് അതേപോലെ തന്നെ അങ്ങോട്ട് ചെയ്യാം. ഇത് പൊളിക്കാം നമുക്ക് കേട്ടാ. ഇത് കൊള്ളൂല. അപ്പോൾ ഇവിടെ കാറൊന്നുമില്ല. എല്ലാ കാറും വിറ്റിട്ട് $8,54,000 ഉണ്ട്. നമുക്കിന്ന് ഓഫീസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. പിന്നെന്താ, പിന്നെ ഡ്രാഗ് റേസിന് പോകാം. നമുക്ക് ഡ്രാഗ് റേസ്. അപ്പം അതാണ് ഇന്നത്തെ രണ്ട് പരിപാടി. ഡിലീറ്റ് ആയിട്ട് നിൻ്റെത് നമുക്ക് അവിടെ ഇതെന്തിനും നീ കോണി മൂവ് മൂവ് ഇതെന്തൊരു അത് വേണ്ട അത് വേണം. ഓക്കെ, അത് സെറ്റ്. തറ എവിടെ? രണ്ട് നല്ല മതി. ഇവിടെ കവർ ചെയ്യണല്ലേ. വിൻഡോ ഇത് തന്നെയല്ലേ? ഓക്കെ, അതും സെറ്റ്. ഇവിടെ ഇതാരുടെ എന്നാലും ഇവിടെ കൊടുത്ത്. അപ്പോൾ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ നോക്ക്. ഇപ്പോൾ സെറ്റപ്പാണ്, എല്ലാം ഓൾറെഡി സെറ്റ് ആയി. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് കയറുന്നു, നേരെ എടുക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഇവിടെ വേണമെങ്കിൽ അയ്യോ, ഒരു ജനൽ വെക്കാൻ പറ്റും കേട്ടോ അവിടെ. ഈ സാധനം ഒരെണ്ണം ഇവിടെ വെച്ചാൽ കറക്റ്റ് ലെവലാവും. അത് സെറ്റ്. ഇനി നമുക്ക് ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയാണ് ചെയ്യേണ്ടത്. അയ്യോ, അപ്പം ഇത് നമുക്കൊന്ന് മൂവ് ചെയ്യേണ്ടി വരുമല്ലോ. കറങ്ങണത് ഒരെണ്ണം മതി തൽക്കാലം. ഇതൊരെണ്ണം മതി. നമ്മളെ GTR വെക്കാനുള്ളതാ കറങ്ങണത്. ഡെക്കറേഷൻ അങ്ങനെ സോഫ ഇങ്ങനെയാണ് ഉണ്ടാവുക. കളിക്കുന്ന ബില്ലിങ്ങിനല്ലേ? ബില്ലിങ്ങിനുള്ള ഇവിടെ വലിയ സോഫ ഒന്നും ഇല്ല അവിടെ. അതില് ഒന്ന്, രണ്ട്, മൂന്ന്. ഇതെന്തൊരു അവിടെ ഇതെന്തൊരു ഇങ്ങനെ? ഇത് രണ്ടെണ്ണം ഇട്ടാ ഒറ്റ സോഫ ആവും. അയ്യേ, അങ്ങനെയല്ലല്ലേ. നമുക്ക് പറ്റിയ പരിപാടിയല്ല. ഡിലീറ്റ്. മൂവ്. അയ്യോ, തലയിരുന്നു. ഓക്കെ,
എന്തിങ്ങനെ തലയിഞ്ഞൊട്ടിക്കുന്നു? ഓക്കെ, അത് സെറ്റ്. അപ്പം അത് സെറ്റപ്പായി. ഇനി ടേബിള് ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇവിടെ ഇട്ടൊരു ചെടിച്ചട്ടി, ഇവിടെയും ഒരു ചെടിച്ചട്ടി. ആ എടേ, ഓക്കെ സെറ്റ്. അയ്യോ, തലരിഞ്ഞ്. എന്നാലും ഇവിടെ ആരോ കൊടുത്തിരിക്കുന്നത് അലമ്പാണ് ഏട്ടാ. ഒരു തലരിഞ്ഞ ആൾക്കാരാ. ഇതിൽ ഡെക്കറേഷൻസ് ഒക്കെ കുറവാണ്. വളരെയധികം ഡെക്കറേഷൻസ് ഒന്നും എടുത്തിട്ടില്ല. GTR കുതിരയാണിത്. പക്ഷേ കുതിരനപ്പം ഞാൻ ഇവിടെ വെക്കും. അവിടെ ഇരിക്കട്ടെ. അത്രേ ഉള്ളൂ. നമ്മുടെ ചിഹ്നം കുതിര. അവിടെ ഒരു കുതിര, അങ്ങനെ ഒരു കുതിര, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനല്ല. ഓക്കെ സെറ്റപ്പായി. ഏതാ ഇനി എന്തോ വേണം? കുറച്ചുകൂടി ഇത് വെക്കട്ടെ, ഫ്ലവർ. ഒരു ഷെൽഫ്. ഒന്നുമില്ലല്ലോ. ഇത്ര ഉള്ളു ഡെക്കറേറ്റ് ചെയ്യാൻ. ഡെക്കറേഷൻ കുറവാ അതില്. ഇപ്പുറത്ത് ഇരിക്കട്ടല്ലേ ഒരു വെയിറ്റിംഗ് ഏരിയ. 2 ടേബിൾ റൈഡ്സ്. എന്താ അഭിപ്രായം? 2 ടേബിൾ. ഓക്കെ, 2 ടേബിൾ സെറ്റ്. അതിൻ്റെ നടുക്കലായിട്ടൊരു ഫ്ലവർ സെറ്റ്. ഏതാ ഇവിടെ? എൻ്റെ വിഷയം തന്നെ കേട്ടാ. ഇതല്ല. ഓ, നമുക്ക് ഇതിങ്ങനെ വെച്ച് പോയിട്ട് അവസാന സാധനം കൊണ്ടുവച്ചാൽ മതി. ഇത് എത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. ശേ, അപ്പൊ ആദ്യം ആ കോർണറിൽ വെക്കണം. ഓക്കെ, കോർണർ വെച്ച് ഇനി ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ച് പോണം. ഓക്കെ, ഓക്കെ സെറ്റ്. സെറ്റപ്പായി. അടാ, അതിന് കൊള്ളൂലടാ. ടിക്കറ്റ് ആൻറ്റോ ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഒരു അത് വേണ്ട. അത്രേ ഉള്ളൂ. അയ്യോ, ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ സെറ്റ്. 2 ടേബിളും കൂടി ഇട്ടാൽ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞു.
ഇങ്ങനെയല്ല എത്ര തിൻ്റെ ഇവർക്ക് ഫുഡ് കഴിക്കാനൊന്നുമില്ല, വെറുതെ ടെസ്റ്റല്ലേ, അതൊക്കെ മതി. ഇത് ഓവറായെന്ന് തോന്നണുണ്ട് എനിക്ക്. കുഴപ്പമില്ല, അതൊക്കെ ഒരു സന്തോഷല്ലേ. അത് കയറുമ്പോ പക്ഷെ ലേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു എടാ ഓട്ടാ ഓട്ട വന്ന് കടക്ക് ചോർച്ച വരും. ഓക്കെ, എല്ലാ സെറ്റ്. മുകളിലിൻ്റെ ഡെക്കറേഷനൊന്നും വേണ്ട. യു ഹാവ് അൺപെയ്ഡ് ബിൽസ്. എടാ ബില്ല് ഇതിൽ കൊടുക്കത്ത ബില്ല് വരും കേട്ടാ. എവിടെ ബില്ല്? ബിൽ സെക്ഷൻ എവിടെ? വെബ് പേജ് ബില്ല് ലക്ഷങ്ങളാണ് വരിക. 1,00,000 കുറവാണ്. ഞാൻ അധികം കാർ കിട്ടിയില്ലല്ലോ, അതുകൊണ്ടാണ് ബില്ല് കുറവ്. നമുക്കൊന്ന് ഉറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല ഓപ്ഷൻ എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഒരു മിനിറ്റ്, ഞാൻ അതിൻ്റെ മുമ്പ് നമുക്ക് ഡ്രാഗ് റേസിന് പോകണം. ഡ്രാഗ് റേസിന് പോകാൻ വേണ്ടിയിട്ട് വണ്ടി പണിയണം. ഇതിൽ ഉള്ളതിൽ ഏറ്റവും കുറച്ചും കൂടി റയർ ആയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഈ ലംബോർഗിനി ആണെന്ന് തോന്നുന്നു. ലംബോർഗിനിക്ക് എത്ര ഡ്രാഗ് റേസിന് പോകാൻ പറ്റിയ കാർ? ലംബോർഗിനി 4 ലക്ഷം കൊടുത്ത് വാങ്ങിയതാ. 4 ലക്ഷം. മസ്താങ്ങിന് അത്ര വിലയല്ല. മസ്താങ്ങിന് 28,000 ഉള്ളൂ. BMW 36,000. 38. സുപ്രക്കും വലിയ വില ഒന്നുമില്ല, 44 ഉള്ളൂ. ഇതിനുണ്ടാവും 1 ലക്ഷം. 4,10,000. 4,50,000. ഇതൊക്കെ പിന്നെ റേറ്റ് പറഞ്ഞാ. ഈ 4,50,000 വണ്ടി നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എടാ രാത്രി ഇത് നമുക്ക് മോഡിഫൈ ചെയ്യണം കേട്ടാ. ആദ്യം ഒന്ന് നേരം അടുപ്പിക്കട്ടെ, എന്നിട്ട് ലംബോർഗിനി മോഡിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 കാററ്റും ഡ്രാഗ് റേസിന് പോവാം. എവിടെ എൻ്റെ വീട്? നമുക്ക് പുതിയ വീട് വാങ്ങിയല്ലേ. പുതിയ വീട് വാങ്ങിക്കാൻ പറ്റും. അല്ല വേണ്ട, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഡ്രാഗ് റേസ് ആണ് ഇന്നത്തെ മെയിൻ. ടൈം എടുക്കണ്ട, ടൈം വേസ്റ്റ് ആക്കരുത്. നമ്മൾ 1,26,000 നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഒന്ന് പൊട്ടിച്ച് കേട്ടാ. അതാണ് -1,26,000. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. കാർ മാർക്കറ്റ് ഓപ്പൺ ആണ്. അവിടെ ഓപ്ഷൻ ഇല്ലടാ. കാർ മാർക്കറ്റ് ഒന്ന് പോയി നോക്കാം. ഓഫീസ് ക്ലീൻ ഉണ്ട്. അവൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ. 1,00,000 മുകളിലേക്കുള്ള വണ്ടി മാത്രമേ ഞാൻ വാങ്ങിക്കോളൂ. 24,000 വേണ്ട. ഒരു 50,000 മുകളിലേക്ക് വേണോ? വേണ്ട. ഇതിലുണ്ട്. ഈ വണ്ടിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നണം. ബാർഗിൻ 1,10,000. 20, 40. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. പറ്റുമെങ്കിൽ ഇടും. 50. ഇത്രയേ ഉള്ളൂ. ലംബോർഗിനി. എടാ 2 ലംബോർഗിനിയാ. ബാർഗിൻ 2,80. ഇത് വിറ്റ എനിക്ക് പെട്ടെന്ന് ഇതാവാം, കോടീശ്വരനാവാം. ഇത് 30 ലക്ഷം 3 ലക്ഷം. 3 ലക്ഷം. എത്ര ഞാൻ ചോദിച്ചത്? 3,84. ഒരു 3,50,000. അത്രേ ഉള്ളൂ. ഫ്രഷ് വണ്ടിയാണ് ചേട്ടാ. ഇന്നെത്ര? ലംബോർഗിനി 3,94. അതിനെക്കാട്ടി പണി കൊടുത്തിട്ടുണ്ട് അതിന്. പെട്ടെന്ന് പോയിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കണമല്ലോ. ഏത് വണ്ടി വിറ്റാൽ കാശ് ഉണ്ടാക്കാൻ പറ്റും? എവിടെ? ഈ വണ്ടി കൊടുക്കാനുള്ളതല്ല.
അവിടെ ഇതൊന്നും വിറ്റാ അത്ര കാശ് കിട്ടാൻ ചാൻസ് ഇല്ല. ഒരു ഓടി അങ്ങോട്ട് വിറ്റാലോ. ഓടി വെക്കാം, നമുക്ക് ലംബോദരൻ എടുക്കാം. വെക്കട്ടെ പെട്ടെന്ന് വെക്കട്ടെ വണ്ടി. ഈ വണ്ടി വിറ്റ ലംബോർഗിനുള്ള കാശ് എന്തായാലും കിട്ടേണ്ടതാണ്. 7,80,000. അപ്പോൾ ഇതിനൊരു 8 ലക്ഷം ഇടാം. 8,80,000. പെട്ടെന്നൊരു എനിക്ക് ലംബോർഗിനി വാങ്ങിക്കേണ്ടതാണ്. അവിടെ ഓൾറെഡി 2 വണ്ടി കിടക്കുന്നുണ്ട് കേട്ടാ. അവിടെ ഓടി ഞാൻ വീണ്ടും എടുത്തായിരുന്ന പണി കഴിഞ്ഞാണോ? 27,000 റിപ്പയർ പ്രൈസ് വരെയൊക്കെ ഉണ്ട്. ഓക്കെ, അവിടെ ഇവൻ വണ്ടി കഴുകിയിട്ടൊന്നുമില്ലേ? അവൻ എന്തിരുന്ന് അറിയണത്? ഈ വണ്ടി 2 ഉണ്ട്. ആ വണ്ടി ആരോ മോഡിഫൈ ചെയ്താ, അപ്പം എനിക്ക് വേണ്ട. ഞാൻ സ്വന്തമായിട്ട് മോഡിഫൈ ചെയ്തെന്ന് വണ്ടി മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ വണ്ടി. ഇനി 36,000 കിട്ടും. എടാ വണ്ടി കഴുകുന്നറ. പാട്ട് കിടന്നവൻ. എടാ അയ്യോ, ഞാൻ കാശ് പറ്റി ഇതിനട്ടെ. ആ വണ്ടി കഴുകിട്ട് പോയിന്ന് അറിയും. ഇപ്പൊ ഞാൻ തീർത്ത് കഴുകുന്നത് സെറ്റാ. ഒരു സ്കിൽ പോയിന്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഒരു സ്കിൽ പോയിന്റ് കൊണ്ട് എന്ത് കിട്ടും? ഫ്യൂൽ പ്രൈസ് വേണ്ട. കസ്റ്റമർ എവിടെ? വന്നു. ഏത് വണ്ടിക്കുള്ള കസ്റ്റമറാണോ അത്? പെയിന്റഡ് ആണ്, കുഴപ്പമില്ല. 7,000. 8 ലക്ഷം. എടേ പറഞ്ഞ റേറ്റിനെക്കാട്ടും കൂടുതൽ സാധനം വിറ്റേട്ടാ. ഓക്കെ, ഞാൻ പോയിട്ട് പെട്ടെന്നായിട്ട് ലംബോർഗിനി എടുത്തിട്ട് തരാം. എവിടെ കാർ മാർക്കറ്റ്? ലംബോർഗിനി മിസ്സോടെ ഇരിക്കുന്നുണ്ട്. ലംബോർഗിനി കൊണ്ട് ആരും എടുത്തിട്ടില്ല. ബാർഗെയിൻ ഒരു 3,40,000. അത്രേ ഉള്ളൂ. ഞാൻ അതിൻ്റെ സ്പീഡ് കാണിച്ചിരുന്നു. ഇതുപോലെ ട്രാക്ക് റേസിൽ വേറെ എന്തോ വേണം. എൻ്റെ ഓഫീസ് ഇത്ര അടുത്തായിരുന്നാ? പണിയുടെ പോനെ. പോർഷനാണ് മസ്താ. 2 മസ്താൻ കഴിയട്ടാ. ഞാൻ രണ്ടാമത്തെ നില അങ്ങോട്ട് പൊളിച്ചാലോ എന്ന് ആലോചിക്കുക. എനിക്ക് ഒറ്റ നില മതി. എനിക്ക് മടി മുകളിലോട്ട് വണ്ടി കയറ്റാന്. പറ നമുക്ക് അടുത്ത് അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് അതങ്ങോട്ട് പൊളിക്കാം. അവിടെ ഞാൻ ഏത് വണ്ടി കയറ്റും? അവിടെ ഏതോ ഒരുത്ത വണ്ടി കൊണ്ട് കയറ്റിയേട്ടാ. ഡാമേജ് ഒന്നും ഇല്ല ഇതിന്. ഈ വണ്ടി
പവർ എങ്ങനെ നോക്കും? ഇയർ 2018. ഞാനൊരു ലംബോർഗിനിക്ക് പണിയുണ്ടാ? ഈ ലംബോർഗിനിക്ക് പണിയൊന്നുമില്ല. 1990 വണ്ടിയാണ്. ഞാൻ തൽക്കാലം ഈ ലംബോർഗിനി അങ്ങോട്ട് മോഡിഫൈ ചെയ്യാൻ പോയി. വിഷയം കളർ അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡ്രാഗ് റേസ് അടിക്കാം. അതും പോളിഷ് ചെയ്യട്ടെ. മെറ്റാലിക്ക് വേണ്ട, ഒരുമാതിരി ഫുഡാ. അത്ര തുരുമ്പാ വണ്ടിമേ. പച്ച പച്ച പച്ച. വേണ്ട. ഇത് കൊള്ളാം. ഇനി എന്താണ്? ഇനി ഒന്നുമില്ല. ഇനി മോഡിഫൈഡ് അപ്പുറത്തോട്ട് റേസിംഗ് കിറ്റ് ആയിട്ടാണെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ ജ്യൂസ് പറഞ്ഞായിരുന്നു റേസിംഗ് കിറ്റ് ആയിട്ടാണെന്ന്. റേസിങ്ങിന് വേണമെങ്കിൽ ആയിക്കോട്ടെ, റേസിംഗ് കിറ്റ് ആയിട്ടാ. റേസിംഗ് കിറ്റ് എവിടെ? റേസിംഗ് കിറ്റ് ഒന്നുമില്ല. റിം ബൈ. ടയർ ഇതോ ഹിറ്റ് എവിടെ? കാലിപ്പർ ഇനി എന്താ? മോഡിഫിക്കേഷൻ മിറർ ലംബോർഗിനിയുടെ മിറർ ഇരിക്കട്ടെ. ബ്ലാക്ക് ടിന്റ് അടിക്കാൻ പറ്റുന്നില്ല. എന്താ? മിറർ അടിച്ച്. ഇനി കാർ സ്റ്റിയറിംഗ്. വണ്ടിയിൽ ഓവറാക്കാം നമുക്ക്. ക്യാമ്പർ വേണ്ട അത് കലമ്പൂരയുടെ. ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നാ? ഓക്കെ, പക്ഷെ വേണ്ട. റേസിംഗ് കിറ്റ് അവിടെ. റേസ് കിറ്റാണ് നമുക്ക് വേണ്ടിയത്. ടെർബോ ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് നേരെ വണ്ടിക്ക് സെയിം സ്പീഡായി കേട്ടോ. ഒരു മിനിറ്റ്, കടയിൽ ആരോ വന്നിരിക്കുന്നു. ബ്രേക്കില്ല. എവിടെ ഇത്ര അധികം ആൾക്കാർ ഈ വണ്ടിക്ക്? എത്രയായിരുന്നു? 50. കുട്ടായതുകൊണ്ടൊരു 47 ലാസ്റ്റ് തരാം. പറ്റുമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ നീല അപ്പുറത്തും വന്ന്. അയ്യേ, 46,000 ഒന്നുമില്ല.
ഇല്ല പൊക്കോ. ഓക്കെ, നമ്മൾ ഡ്രിഫ്റ്റ് റേസിന് പോന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡ്രിഫ്റ്റ് റേസിന് എടുക്കുന്ന വണ്ടി. ഓടി ഓടി ഏതായിരുന്നത്? ആ, എനിക്കറിയായിരിക്കും. സീനാണ്. ഇതൊരു ആഗ്രഹമായിരുന്നു ഫസ്റ്റ് തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ജയിക്കണം എന്നുള്ളത്. എടേ പോർഷയാണ് അന്ന് മത്സരത്തിന്. ഓക്കെ, വൈ നോട്ട്. യു വോണ്ട് ഫോർഫിറ്റ് ഇൻ ദ കേസ് ഓഫ് എക്സിറ്റിംഗ് ദ റേസ്. എടാ വാടാ മോനെ, നീ വാ. അപ്പൊ നമ്മൾ ഡ്രാഗ് റേസിന് വന്നിരിക്കുകയാണ്. ഡ്രാഗ് റേസിന് മോനെ. ഓക്കെ, നമ്മളത് ഓടി. അവൻ്റെ പോർഷെ. ക്ലിയർ. സ്റ്റാർട്ട് എൻജിൻ. ഓ എടാ, അങ്ങനല്ല. ലൈൻ റിവേഴ്സ് എങ്ങനെ ഇടും ഇതില്? ഓക്കെ മുഞ്ചി. എന്റെ ഫസ്റ്റ് ഡ്രൈവ് റേസ് മുഞ്ചിയേ. എടാ എന്റെ വണ്ടി പോവോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? അങ്ങനൊന്നുമില്ലല്ലോ അല്ലേ? എടാ നീ ഉണ്ടോ റേസിന്? ഓക്കെ സുപ്ര വേഴ്സസ് ഓടി. ഓക്കെ, അപ്പോൾ നമ്മളെ ഡ്രാഗ് റേസ് ഓടി വേഴ്സസ് സുപ്രയാണ്. എൻ്റെത് ഓടി, അവൻ്റെത് സുപ്ര. അവന് വണ്ടി ഒന്ന് കഴിക്കൂടെ? എൻ്റെ വണ്ടി ഉണ്ട് തിളങ്ങുന്നു. ഓ ഏതാ? റോസ്, അതാണ് അവൻ്റെ പേര്. Three, two, one. ലേറ്റ് ഷിഫ്റ്റാ? അതൊന്നും കുഴപ്പമില്ല, ഫസ്റ്റ് ഞാൻ തന്നെ. ഈടാ മോനി, ഫസ്റ്റ് ഡ്രാഗ് റേസ് തന്നെ നമ്മളതിന് ജയിച്ചു കേട്ടാ. 3 സെക്കൻഡ് ഇതിന്. ഫസ്റ്റ് ഡ്രാഗ് റേസ് മറ്റേത് മുഞ്ചെങ്കിലും ഇത് ഫസ്റ്റ് റേസ്. അവിടെ $1800 കിട്ടി. ബെറ്റ് 1934 വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രാഗ് റേസ് ജയിച്ചു. മറ്റേ ഫൗളായിരുന്നു, അത് അറിയാത്തോണ്ട് പോയതാ. അപ്പോൾ നമ്മൾ ഡ്രാഗ് റേസ് ജയിച്ചു ഗൈസ്. ഡ്രാഗ് റേസ് ആ കാറും കൂടി കിട്ടേണ്ടിയിരുന്നു ഡ്രാഗ് റേസ് കളിക്കുന്നവരെ. എടേ ഇതും വെച്ചിട്ടാണ്? ഞാനൊന്നുമില്ല, പോടായിരുന്നു. ക്ലീനിൻ്റെ ഓഫീസ്, അതിൽ അവൻ്റെ പണിയാവൂലേ? അപ്പം എൻ്റെ അടുത്ത മോഡിഫൈഡ് വണ്ടി ഞാൻ ഇവിടെ ഇടും, അപ്പുറ സൈഡിലിടാം. ഇതൊന്നും കൊടുക്കാൻ പോകാനില്ലാത്ത പ്ലാൻ ഇല്ലാത്ത വണ്ടികളാണ് കേട്ടോ. അടുത്ത നമുക്ക് ലംബോർക്കിന് പണിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ പോവാം. ആയിട്ട് ഒരു ഡ്രാഗ് റേസ് അടിക്കാനുണ്ട്. എൻ്റെ പോർഷെ മോനെ ഇവിടെ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ വീഡിയോ നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പോർഷെ ഇനി പണിയാനുണ്ടോ? ഇല്ല, ഇന്നും പണിയില്ല. ഇവന് പണിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത വീഡിയോ എന്തൊക്കെ ചെയ്യണം? നമുക്ക് GTR കിട്ടിയിട്ടില്ല അതുവരെ. അതാണ് എനിക്കൊരു പക്ഷേ GTR എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടാ. ഫസ്റ്റത്തെ നമുക്ക് ഇതിൽ വന്നായിരുന്നു GTR. എന്താ ഫസ്റ്റ് അതായത് കളി തുടങ്ങിയ സമയത്ത് ഓപ്ഷന് പോയപ്പോൾ GTR ഉണ്ടായിരുന്നു അവിടെ. പിന്നെ പോയത്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിലാണ്. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.